ഹായ്, ടെക് ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ നമ്മുടെ ഫോട്ടോയോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാറുണ്ട്. മിക്ക എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകളും പെയ്ഡ് ആണ്. ഫ്രീ ആയിട്ടുള്ളതിന് വാട്ടർമാർക്കും വരും. എങ്ങനെ വാട്ടർമാർക്ക് ഇല്ലാതെ നല്ല രീതിയിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം? നമ്മൾ ഇന്ന് ഇൻഷോട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഇൻഷോട്ട് വഴി എങ്ങനെ നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാം. ഇൻഷോട്ടിന്റെ എല്ലാവിധ ഫീച്ചറുകളും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും പെയ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുമുണ്ട്. ഫ്രീ ആയിട്ടുള്ള ഇൻഷോട്ടിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താലാണ് ആ വാട്ടർമാർക്ക് കളയാൻ പറ്റുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കൂടാതെ എഡിറ്റ് ചെയ്യാനുള്ള ഓരോരോ ടൂളുകളും എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ പ്രീമിയം അല്ല, നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ഫ്രീ വെർഷനാണ്. പ്രീമിയത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ മുകളിലൊരു ക്രൗണിൻ്റെ സിമ്പൽ കാണാൻ പറ്റും. അതിലൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി, ഇയർലി, വൺ ടൈം പർച്ചേസ് അങ്ങനെ ഓപ്ഷനുകളുണ്ട്. ആ രീതിയിൽ നമുക്ക് പ്രോയിലേക്ക് അല്ലെങ്കിൽ പ്രീമിയത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. നമ്മൾ വീണ്ടും പഴയ ഓപ്ഷനിലേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആദ്യം തന്നെ കാണാൻ പറ്റും. അതൊന്ന് സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ നേരത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴെ കാണിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് പുതിയതായിട്ടാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടെങ്കിൽ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അതിലൊരു പ്ലസ് ബട്ടൺ കാണും. അതൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലെ വീഡിയോയിലേക്ക് പോകും. അവിടെ ഏത് വീഡിയോ ആണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ കൊടുക്കുക. ഈ വീഡിയോ ഏത് രീതിയിലാണോ എടുത്തിരിക്കുന്നത് ആ രീതിയിലേക്കായിരിക്കും ഇവിടെ വരുന്നത്. ആദ്യം തന്നെ നമുക്കിവിടെ ക്യാൻവാസ് എന്ന് പറഞ്ഞ് കാണിക്കാം. ആ ക്യാൻവാസിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഏതൊക്കെ ഫോർമാറ്റിലേക്കാണോ മാറ്റേണ്ടത് ആ ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ വീഡിയോ സൂം ചെയ്യണമെങ്കിൽ 50% സൂം ചെയ്യാൻ സാധിക്കും. നമുക്ക് തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു ലൈൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും റേഷ്യോയിലാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിൽ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓക്കെ കൊടുക്കുക. അതിൻ്റെ തൊട്ട് അപ്പുറയായിട്ട് മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള മ്യൂസിക്, അതായത് നമ്മുടെ ഫോൺ ഗ്യാലറിയിലുള്ള മ്യൂസിക് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. മൈ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്, അതായത് നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറിയിലുള്ള മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആദ്യം ഫീച്ചേർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ തന്നിരിക്കുന്ന, അതായത് ഇൻഷോട്ട് ആപ്ലിക്കേഷൻ തന്നിരിക്കുന്ന കുറച്ച് ലെങ്തി ആയിട്ടുള്ള മ്യൂസിക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് മ്യൂസിക് വേണമെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നമുക്ക് ഇൻഷോട്ടിൻ്റെ തന്നെ ആപ്ലിക്കേഷനിൽ കുറേ അധികം എഫക്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ടാകും. അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ സെലക്ട് ചെയ്തിരിക്കുന്ന എഫക്റ്റും അതിലൊന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ മുകളിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയ വോളിയം കൂട്ടാൻ വേണ്ടിയുള്ളത്, വോളിയം കുറയ്ക്കാൻ വേണ്ടിയുള്ളത് ഓപ്ഷൻ കാണാൻ സാധിക്കും. വീണ്ടും ബാക്ക് ഇറങ്ങുമ്പോൾ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. സെലക്ട് ചെയ്യുകയാണെങ്കിൽ 3, 2, 1 കൗണ്ടിങ് കാണിച്ചിട്ട് നമ്മൾ പറയുന്നത് ഇവിടെ റെക്കോർഡാകുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞത് മുകളിൽ റെക്കോർഡായിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ രീതിയിൽ റെക്കോർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ തൊട്ടിപ്പുറയായിട്ട് സ്റ്റിക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. സ്റ്റിക്കറിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇമോജികൾ അവിടെ കാണാൻ സാധിക്കും. നമുക്കിഷ്ടമുള്ള ഇമോജികൾ വേണമെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും അതിൽ എഴുതണമെങ്കിൽ നമുക്കവിടെ എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ കളറ് മാറ്റാൻ പറ്റും. തൊട്ടിപ്പുറേ ഒരു ഫോണ്ടിൻ്റെ ഓപ്ഷൻ കാണിക്കും. അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ഫോണ്ടുകളിലേക്ക് ഇത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമ്മളുടെ ലെറ്റർ ഏത് രീതിയിലാണ് വരേണ്ടത്, വലുതായിട്ടാണോ ചെറുതായിട്ടാണോ, അത് ലെറ്ററിൻ്റെ സ്പേസ് എന്തുമാത്രം വേണം, ഇതെല്ലാം ഇവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ആനിമേഷൻ ഓപ്ഷനാണ്. നമ്മൾ ഈ ടെക്സ്റ്റിൽ എന്തെങ്കിലും ആനിമേഷൻ കൊടുക്കണം. അതായത് നമ്മളുടെ ടെക്സ്റ്റ് ഏത് രീതിയിലാണ് വരുന്നത്, ആദ്യം തൊട്ട് അവസാനത്തേക്കോ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ ആനിമേഷൻ വർക്ക് ചെയ്യിക്കാൻ പറ്റും ടെക്സ്റ്റിൻ്റെ. നമുക്കിനി ഇത് വേണ്ട എങ്കിൽ അതിൽ സെലക്ട് ചെയ്യുക. മുകളിൽ ഡിലീറ്റ് ഓപ്ഷൻ വരും, ഡിലീറ്റ് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഭാഗം ബ്ലർ ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതൊന്ന് സെലക്ട് ചെയ്യുക.
എവിടെയാണോ ബ്ലർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് ബ്ലർ ചെയ്യേണ്ടതെന്ന് ഇവിടെ ചോദിക്കും. നമുക്കിഷ്ടമുള്ള ഷേപ്പ് സെലക്ട് ചെയ്യാം. ബ്ലർ ചെയ്യാനുള്ള പല ഓപ്ഷനുകൾ ഇവിടെ കാണിക്കും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ ബ്ലർ ചെയ്യാൻ പറ്റും. ഇവിടെ 2 ലൈനുകൾ കാണും. അതിൽ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ ബ്ലറിൻ്റെ ഡെപ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നോർമലി ഇത് വേണ്ടെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ കൊടുക്കുക. ഇനി നമുക്ക് ഫിൽറ്റർ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതൊന്ന് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. നമുക്കിനി മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട എങ്കിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. അവർ തന്നെ കുറച്ച് ഫിൽറ്റർ ഓപ്ഷൻ തന്നിട്ടുണ്ടാകും. ആ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി നമുക്ക് ഫിൽറ്റർ ഇതൊന്നും വേണ്ട എങ്കിൽ ഏറ്റവും ആദ്യം തന്നെ ഒറിജിനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനലിലേക്ക് അത് മാറും. ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ ഫിൽറ്റർ എടുക്കുമ്പോൾ ആദ്യം തന്നെ കാണാൻ പറ്റും. ഇഫക്റ്റ് എടുക്കുമ്പോൾ നമ്മളുടെ വീഡിയോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഇഫക്റ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ തന്നെ പല ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിതിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അത് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഫിൽറ്ററിൻ്റെ തൊട്ടപ്പുറയായിട്ട് PIP പിക്ചർ ഇൻ പിക്ചർ മൂഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ വേറെ ഏതെങ്കിലും വീഡിയോയോ ഫോട്ടോയോ ആഡ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ഫോട്ടോയാണോ വീഡിയോ ആണോ ആഡ് ചെയ്യേണ്ടത് ആ വീഡിയോ അല്ലെ ഫോട്ടോ സെലക്ട് ചെയ്യുക. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങോട്ടേക്ക് വേണമെങ്കിലും നീക്കാൻ പറ്റും. ഇനി നമുക്ക് ആ വീഡിയോ ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യണമെങ്കിൽ നോർമൽ വീഡിയോ പ്ലേ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ വീഡിയോ പ്ലേ ആകുന്നതായിരിക്കും. ഇനി നമുക്ക് ആ വീഡിയോയുടെ സ്പീഡ് കൂട്ടണമെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യുക. സ്പീഡിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കും. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ആ വീഡിയോയുടെ വോളിയം, നമ്മളിപ്പോൾ ആഡ് ചെയ്ത വീഡിയോയുടെ വോളിയം കുറയ്ക്കണമെങ്കിൽ ആ വീഡിയോ വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ വോളിയത്തിൻ്റെ ഒരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ആ ബ്ലെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ലെവലിൽ വേണോ അതിൻ്റെ ഡെപ്ത് ഏത് ലെവലിൽ വേണമെന്നുള്ളതനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് കുറച്ച് ടെംപ്ലേറ്റും താഴെ തന്നിട്ടുണ്ടാകും. അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് നമ്മൾക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ വീഡിയോയ്ക്കൊരു മാസ്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ പല ഓപ്ഷനുകളുണ്ട്. നമുക്ക് റൗണ്ട് ഷേപ്പിൽ, ഹാർട്ടിൻ്റെ സിമ്പിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ, ഈ രീതിയിലെല്ലാം നമുക്ക് ഈ വീഡിയോ പല ഷേപ്പിലേക്ക് മാസ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ വീഡിയോ വേണ്ട എങ്കിൽ നമ്മൾ ഈ പിപ്പ് ചെയ്ത വീഡിയോ, അതായത് രണ്ടാമത് ആഡ് ചെയ്ത വീഡിയോ വേണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് ഭാഗം മാത്രം മതിയെങ്കിൽ നമ്മൾ ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. അവിടെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് സെലക്ട് ചെയ്യുക. എത്ര ഭാഗമാണോ വേണ്ടാത്തത്, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം വേണ്ട ഇതിൻ്റെ ഇടയ്ക്കുള്ളത്, അപ്പോൾ നമ്മൾ 2 സ്ഥലത്തും സ്പ്ലിറ്റ് കൊടുക്കുക. എന്നിട്ട് വേണ്ടാത്ത ഭാഗം സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ആകുന്നതാണ്. ഏത് സ്ഥലം തൊട്ട് ഏത് സ്ഥലം വരെയാണോ വേണ്ടാത്തത്, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക, സ്പ്ലിറ്റ് കൊടുക്കുക. സ്പ്ലിറ്റ് കൊടുത്തിട്ട് വേണ്ടാത്ത ഭാഗം സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ നമ്മുടെ വീഡിയോയിൽ വരികയുള്ളൂ. ഇനി നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ വീണ്ടും അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടുന്ന് മാഞ്ഞു പോകുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് മെയിൻ വീഡിയോയും ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. ഏത് ഭാഗമാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് നമ്മുടെ ലൈൻ ഒന്ന് അവിടെ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ വീഡിയോ രണ്ടും 2 വീഡിയോ ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും സ്പ്ലിറ്റ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഭാഗം അതിൻ്റെ അകത്ത് നിന്ന് കട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും എവിടം വരെയാണോ വേണ്ടാത്തത് അവിടം വരെ ഒന്ന് സെലക്ട് ചെയ്യുക. വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് കൊടുക്കുക. ഇപ്പോൾ ആ വീഡിയോ നമുക്ക് വേണ്ടാത്തത്രയും ഭാഗം ഇവിടെ കട്ടായിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാക്കി വീഡിയോ ഒന്നിച്ചാകുകയും നമ്മുടെ വേണ്ടാത്ത ഭാഗം കട്ടായി പോവുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ എടുത്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഏത് ഫോട്ടോ വേണം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോ വേണ്ട ഏതെങ്കിലും കളറ് മതിയെങ്കിൽ നമുക്ക് ഇവിടുന്ന് കളറുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കളറാകും. ഇനി കളറല്ല പല കളർ വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. പല രീതിയിലുള്ള ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക.
ഇനി നമുക്ക് ഈ വീഡിയോയുടെ സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മളുടെ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതൊന്ന് സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് സ്പീഡ് കൂട്ടാനും സ്ലോ മോഷനിലേക്ക് മാറ്റാനുമുള്ള ഒരു ലൈൻ കാണും. അതിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതാണ്. ഇനി നമുക്ക് അത് സ്ലോ കെർവ് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ലൈനിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും പ്രത്യേക ഫോർമാറ്റിലാണ് ക്രോപ്പ് ചെയ്യേണ്ടതെങ്കിൽ ആ ഫോർമാറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമാറ്റിലായിരിക്കും വീഡിയോ ക്രോപ്പ് ആകുന്നത്. ഇനി ഏതെങ്കിലും ആനിമേഷൻ കൊടുക്കണമെങ്കിൽ ആനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുക. ഒന്ന് സെലക്ട് ചെയ്യുക. ഏത് ആനിമേഷനാണോ വേണ്ടത് ആ വേണ്ട ആനിമേഷൻ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമ്മുടെ ആനിമേഷൻ അവിടെ ആഡ് ആയിക്കോളും. ഇനി നമുക്ക് വീഡിയോ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റൊട്ടേറ്റ് ഓപ്ഷനുണ്ട്. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഫ്ലിപ്പ് ചെയ്യണം. ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക, ഫ്ലിപ്പ് കൊടുക്കുക. നമ്മുടെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ആകുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഫ്രീസ് ചെയ്യണമെങ്കിൽ ഫ്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ലൈൻ വന്നിരിക്കുന്ന അത്രയും ഭാഗം ഫ്രീസ് ആയിരിക്കുന്നത് കാണാം. നമുക്കതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ ലൈനിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ നമുക്കതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വീഡിയോ സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ റെസൊല്യൂഷൻ 4 എണ്ണമാണുള്ളത്. 720p 1080p 2K 4K ഈ 4 ഓപ്ഷനിലാണ് നമുക്ക് വീഡിയോ സേവ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്രെയിം റേറ്റ് ചോദിക്കും. നമുക്ക് 24 FPS 25 30 60 ഈ 5 ഫ്രെയിം റേറ്റിലാണ് നമുക്ക് വീഡിയോ സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം വീഡിയോ സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ നമ്മളിത് ഫ്രീ വേർഷനിലാണ് എഡിറ്റ് ചെയ്തത് കൊണ്ട് ഈ ഇൻഷോട്ടിൻ്റെ വാട്ടർമാർക്ക്, അതായത് അവരുടെ ലോഗോ നമ്മളുടെ വീഡിയോയിൽ വരും. നമുക്ക് ഈ വാട്ടർമാർക്ക് വരാതെ സേവ് ചെയ്യാൻ വേണ്ടി ഈ ആഡ് ക്ലോസ് ആകുന്നിടം വരെ, അതിൻ്റെ മേളിലൊരു ഇൻറ്റു മാർക്ക് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇൻറ്റു മാർക്ക് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഈ വീഡിയോ സേവ് ചെയ്യാൻ പറ്റും. കൂടാതെ വാട്ടർമാർക്ക് അതിനകത്ത് വരികയുമില്ല. ഈ രീതിയിൽ നമുക്ക് ഇൻഷോട്ടിലൂടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇൻഷോട്ട് ഉപയോഗിച്ച് വീഡിയോയും ഫോട്ടോയും മനോഹരമായ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ കാണിച്ച ഓപ്ഷനുകളല്ലാതെ മറ്റ് പല ടൂളുകളും ഈ ഇൻഷോട്ടിലുണ്ട്. അതൊക്കെ നിങ്ങളൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.